പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വിക്രം ജയിലിൽ മോചിതനായി പുറത്തു വരുമ്പോൾ തന്നെ വിശ്വൻ കാത്തു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വിശ്വൻ നിറ കണ്ണുകളോടെ പറയുന്നുണ്ട്, അച്ഛനാണെങ്കിൽ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ അച്ഛനിപ്പോൾ വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ജയിലിന് ഫ്രണ്ടിൽ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പണ്ടേ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇത് പുതിയ വണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ഇത് ഇപ്പോൾ വണ്ടി എടുക്കേണ്ട ഒരു ആവശ്യമായി വന്നത്, ജോലിയുടെ ഭാഗമായിട്ട് കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കയറുന്നുണ്ട് വണ്ടിയിൽ. ആ സമയത്ത് അവിടെ ദർശനൊക്കെ വരുന്നുണ്ട്. ദർശനം വന്നിട്ട് പറയുക, നിന്നെ ഞാൻ ഇനി പുറത്ത് ഇട്ട് നിനക്ക് ഇനി ഞാൻ പണി തരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് പറയുക, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഇനി ഞാൻ അകത്ത് പോകണമെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നിന്നെ ഇനി ആരാ അകത്തേക്ക് വിടുന്നത്, ഇനി നീ ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് നമ്മളെ കളി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം പറയുക, എന്തായാലും കഴിഞ്ഞതിനെ കുറിച്ച് ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നീ ഓർപ്പിക്കരുത്. എന്തായാലും അത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ അറിയാലോ എൻ്റെ കാര്യമല്ല, ഞാൻ എങ്ങനെയാ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതുമാത്രമല്ല, പണ്ടത്തെ വിക്രമല്ല ഇപ്പം തിരിച്ചു വരുന്നത്, ഞാൻ തന്നെ ആളാകെ മാറിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദർശൻ പറയുക, അത് ശരി തന്നെയാ, നീ ജയിലിനകത്ത് കിടന്ന് ഇപ്പം കുറച്ച് തടിച്ച് ഇപ്പം നന്നായിട്ടുണ്ട്, എന്തായാലും ഇനി നന്നാവാൻ നിന്നെ ഞാൻ വിടില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാറാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. ആ സമയത്ത് വിക്രം പറയുക, നീ എന്നെ പേടിപ്പിക്കുകയെന്ന് വേണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നീ എന്നെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദർശൻ പറയുന്ന, നിനക്ക് വീടോ പണ്ടുണ്ടായിരുന്നു നിന്റെ തറവാട്, ഇപ്പൊ നിനക്ക് തറവാടോ വീടോ ഒന്നുമില്ല, ചോദിച്ചു നോക്ക്, ഇപ്പൊ ഒരു വാടക വീടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടിക്കിട്ട് വിക്രമൻ ചോദിക്കുക, നീ എൻ്റെ കിടപ്പാടവും ഇല്ലാതാക്കിയില്ലേ, എന്തായാലും നിങ്ങളുടെ കാര്യമൊക്കെ നല്ലതുപോലെ നടക്കട്ടെ, എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് പോകുന്ന വഴിക്ക് ചോദിക്കുന്നുണ്ട് വിശ്വവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും. എന്താ അവൻ പറഞ്ഞത്, വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് വീട്ടിൻ്റെ കാര്യത്തിൽ എല്ലാം നശിച്ചു പോയായിരുന്നു, എല്ലാം അവനാണെങ്കിൽ കൈക്കലാക്കി, ഒന്നും പറ്റിയില്ലായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു എനിക്കും അച്ഛനും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും നമ്മുടെ എല്ലാം കൊണ്ട് നശിച്ചു പോയി എന്ന് തന്നെ പറയാം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. എന്തായാലും വീട്ടിലേക്ക് പോട്ടെ, പോകുമ്പോഴത്തേക്കും അച്ഛനെ കാണണം, അതാ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടു നടന്നത്. എത്ര കാലമായി ഈ പുറം ലോകം ഒന്ന് കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രമിൻ്റെ ഈ പറച്ചിൽ കേട്ടിട്ട് പറയുക, എന്തായാലും വീട്ടിലാണെങ്കിൽ നിനക്കകത്ത് നല്ല സദ്യ ഒരുക്കങ്ങളൊക്കെ ശ്രീജ ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീടെത്തുകയും അവിടെ തന്നെ പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്, വാടക വീടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഉടനെ വരുന്നുണ്ട് ശ്രീജ, അകത്തുനിന്ന് വിളിക്കുകയാണ്, എന്താ പുറത്തേനെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുകയും, അങ്ങനെ അച്ഛനെ ഇവിടെ കണ്ടില്ല എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അത് നിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, അച്ഛൻ കഴിഞ്ഞ ദിവസം ഒന്ന് വീണായിരുന്നു, ഒരാഴ്ചയായി, പക്ഷേ അതുകൊണ്ട് നടക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആ വാക്കറൊക്കെ അവിടെ ഇരിക്കുന്നത്. എന്തായാലും പേടിക്കാനൊന്നുമില്ല, എന്നാലും നിന്നെ വിളിക്കാൻ വരണമെന്ന് വലിയ ആഗ്രഹിച്ചിരുന്ന ആളാ, പക്ഷേ എന്ത് ചെയ്യാനാ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീജ പറയുക, എന്തായാലും ഫ്രണ്ടിൽ വന്ന് ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം, ഞാനാ പറഞ്ഞത് ഇനി വരുമ്പോഴത്തേക്കും കാണാമല്ലോ, അകത്തേക്ക് വന്ന് കിടക്കാൻ, അങ്ങനെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയും പഠിച്ച സർട്ടിഫിക്കറ്റ് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സന്തോഷത്തോടെ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ഇത്രയും പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക എന്നുള്ളത് നിൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്, എന്തായാലും അത് കാണാൻ അവളില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രമിൻ്റെ അച്ഛൻ. ആ സമയത്ത് ഉടനെ തന്നെ വീണ്ടും പറയുക, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവളെ ഫോട്ടോയുടെ അരികിൽ കൊണ്ട് വെക്ക്, അവൾക്ക് സന്തോഷമാകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടേക്ക് കൊണ്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ വരുന്നത് വിശ്വൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോരോ കുടുംബ പ്രാരാബ്ദങ്ങളും അതുപോലെ തന്നെ ആ മില്ലുള്ളത് കൊണ്ട് ഇപ്പം കഴിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കാണില്ല, നീ വന്നതുകൊണ്ടാണ് ഇന്ന് ശ്രീജയും ഞാൻ ഒരുമിച്ച് പോവാതെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് വിക്രമിനെ വിഷമമാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പം നോക്കി നടത്തുന്നത് ഇവർ രണ്ടുപേരുമാ എന്നൊക്കെ മനസ്സിൽ തോന്നുകയും വിഷമം തോന്നുകയും ചെയ്യുന്നുണ്ട് വിക്രമിന്.
ഇനി എന്താണ് മുന്നോട്ട് എന്നൊന്ന് ആലോചിക്കാതെ നിൽക്കുക. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നീ ഇനി കഴിഞ്ഞതിനെക്കുറിച്ച് ഒന്നും ആഗ്രഹിക്കുകയോ ഇനി ഒന്നും ചിന്തിക്കുകയോ ഒരു കാര്യവുമില്ല. ഇനി പുതിയ ആഗ്രഹങ്ങളിലോട്ട് പോകണം. അതാ നിൻ്റെ ഒരു ലോകം. പഠിക്കുക, പഠിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും നേടാൻ പറ്റുമോ അതാ നീ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി പണ്ടത്തെ പോലുള്ള ഒരു വഴിയിലും എന്ത് പറഞ്ഞാൽ ഒന്ന് രണ്ടടി എന്നുള്ള ആ ഒരു സ്വഭാവം നീ മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുക, എന്തായാലും അങ്ങോട്ട് പോകുന്നതല്ലല്ലോ, ഇങ്ങോട്ട് വന്നാൽ പിന്നെ മിണ്ടാതിരിക്കാനാണോ, അതല്ലേ ഇതൊക്കെ ആവാൻ കാരണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ വിശ്വൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വരുന്ന സമയത്ത് ദർശനെ കണ്ടായിരുന്നു, ദർശനം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. എന്തായാലും ആ സമയത്തുള്ള ഒളിച്ചോട്ടവും വിവാഹവും അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല ഇവനെ ഒന്ന് ശരിയാക്കാൻ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി അവൻ അടങ്ങിയിരിക്കുന്നു തോന്നില്ല, ഇനി ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഒന്നും അറിയില്ല. അതുകൊണ്ട് കരുതലോടെ ഇരിക്കുകയും ചെയ്യണം നമ്മൾ ഏത് തരത്തിലും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അച്ഛൻ പറയുക, നീ പഴയ ആളല്ല, ഇനി പുതിയ ഒരാളാ, അത് നീ മനസ്സിലാക്കണം. അതറിഞ്ഞാണ് നീ ഇനി നടക്കാനും പ്രവർത്തിക്കാനും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. പോയി വിശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്ന സമയത്ത് കൂടെ വന്നിരുന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറയുക, നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക, എത്ര കാലമായി നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്. എന്തായാലും ഈ കഴിക്കുന്ന സമയത്ത് എന്തായാലും നല്ലൊരു സ്വാദുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കും പോലെ തന്നെയാണ്. അപ്പോൾ ശ്രീജി പറയുക, അതിന് ഞാനാണെങ്കിൽ ഉണ്ടാക്കുന്നത് അമ്മയിൽ നിന്ന് കണ്ട് പഠിച്ചതാണ്, ഒപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ അവരുണ്ടാക്കുന്ന അതേ സോന്നും ഇതിലില്ല, എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അതേ സോ തന്നെയാണ് ഉണ്ടാക്കുന്നത് ചേട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രം ഇത് കേട്ട് ഉടനെ തന്നെ അച്ഛന് സങ്കടാവുകയും ചെയ്യുന്നുണ്ട്. വിശ്വം പറയുക, ഇനി നീ ഒരു കാര്യം ചെയ്യേ, ഇനി ഞാൻ അമ്മച്ചൻ പറഞ്ഞതുപോലെ ആയിരിക്കണം, പുതിയ ഒരാളായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് വീണ്ടും വിക്രമിനെ തേടി ഒരു ഫോൺ വരുന്നത് വീട്ടിലോട്ട്. വിക്രം വന്ന കാര്യമൊക്കെ അറിഞ്ഞു. വിക്രമിൻ്റെ കൂടെ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാ, പക്ഷേ അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ്റെ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, എന്താ ഇനിയുള്ള പരിപാടി എന്നൊക്കെ അറിയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞ് ആൻഡ്രൂസ് വിളിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് ആൻഡ്രൂസ്, ഞാൻ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് ഞാൻ നിൻ്റെ അടുത്ത് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് അവിടെ വേദയ്ക്ക് അവിടെ ജോലി സംബന്ധമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വേദ ഇപ്പോൾ ജോലിയിലാണെങ്കിൽ സത്യസന്ധത കൂടുതലായതുകൊണ്ട് തന്നെ ശത്രുക്കളൊക്കെ ഒരുപാടുണ്ട്. അത് തരുണ് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ അടുത്തും മോളടുത്തും പറയുന്നുണ്ട്, എന്തായാലും സൂക്ഷിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ വേദയുടെ മകൾ പറയുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ പറയാനൊരു കാര്യം, ഇപ്പോഴും അമ്മയ്ക്ക് ഞങ്ങളെ വിട്ടു പോകണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ ഇവരുടെ വിട്ടിട്ട് പോകണമല്ലല്ലോ മോളെ, ഞാൻ ജോലിക്കല്ലേ പോകുന്നത്, ജോലിക്കാകുമ്പോഴത്തേക്കും പോയിട്ട് വരുമ്പോഴത്തേക്ക് താമസിക്കും, അത് ഇവിടെ അമ്മയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തരുണിൻ്റെ അമ്മ പറയുക, എന്തായാലും മോള് പണ്ടാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നില്ലേ, ഇപ്പോഴത്തേക്കും പഠിച്ച് ജോലിയൊക്കെ അമ്മ ഒരു നല്ലൊരു ഒരു ആളായി, വലിയ ആളായി, അതുപോലെ മോക്കും ആവണ്ടേ, അതിനു വേണ്ടി ആ അമ്മ ഇപ്പം ജോലിക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അച്ഛനും പോവും അമ്മയും പോവും, ഞാൻ മാത്രം ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറയുന്നുണ്ട്. പോയിട്ട് വരുന്ന സമയത്ത് വരുണ് പറയുന്നുണ്ട്, എന്തായാലും നാട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു സങ്കടവും എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു നിമിഷമായിരുന്നു വേദയ്ക്ക്. തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന അവസ്ഥ എന്തായിരിക്കും, ഇനി എങ്ങനെയായിരിക്കും എല്ലാവരുടെ മുമ്പിലും എൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഉടനെ തന്നെയാണ് അറിയുന്നത് ഒരു കാര്യം, വരുണാണെങ്കിൽ എൻ്റെ മകളെ അത്രയും പൊന്നുപോലെ നോക്കുന്നത് കൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് തന്നെ കുറേ തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മുടെ ഇവിടെ നിന്നുള്ള പോക്ക് പോലും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നാട്ടിലേക്കുള്ള യാത്രയിൽ പോവുകയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാ ശത്രുക്കളും അത് ഇവരെ പിന്തുടർന്ന് കാറിലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആക്സിഡൻ്റ് ആവാൻ രീതിയിൽ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുന്നുണ്ട്. ആ സമയത്ത് അവിടെ പോലീസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ
ഈ ബേക്കിൽ നിന്ന് വന്ന വണ്ടികളെല്ലാവരും പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേദം മനസ്സിലാക്കുന്നുണ്ട്. കണ്ടോ, ആരുമില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശത്രുക്കൾ നമ്മുടെ ബേക്കിൽ തന്നെയുണ്ട്. നമ്മൾ നാട്ടിലെത്തിയാലും ശരി തന്നെ നമ്മൾ സൂക്ഷിക്കണം. എന്തായാലും ഞാൻ ഗോഡൗൺ സെർച്ചിങ്ങിന് പറഞ്ഞത് ആർക്കും പിടിച്ചില്ല. എന്നാൽ സത്യസന്ധമായിട്ടുള്ള ജോലിക്ക് ഇവിടെ ഒരു ഇതുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വരുണ്. അവൾ എത്രത്തോളം പഠിച്ച് ഇത്ര ജോലിയെ ഈ പൊസിഷനിൽ എത്തിയിട്ടും എന്നാൽ സത്യസന്ധതയ്ക്ക് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് തരുണ്. ഇത് കേട്ട ഉടനെ പറയുക, അതെ, അത് അങ്ങനത്തെ കുട്ടിയാ. എന്തായാലും നീ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന് അതുപോലെ തന്നെ ഇതെല്ലാം വായിച്ചും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും പഠിച്ചും ഇത്രത്തോളം ആവണമെങ്കിൽ അവൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമെന്ന്. അതുമാത്രമല്ല, അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം അവൾ ഇന്ന് ഈ നിലയിലെത്താൻ്റെ ഒന്നാമത്തെ കാരണം വാശി. അതുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി പക്ഷേ നാട്ടിലേക്ക് പോകുമ്പം ഇനി എന്തായിരിക്കും അവസ്ഥ എന്നതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വിഷമിക്കണ്ടെന്ന് അമ്മോട് പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കാണെങ്കിൽ ശത്രുക്കൾ ഏറെയുണ്ട്. നാട്ടിലായിരുന്നാലും ഇവിടെ ആയിരുന്നാലും എന്തായാലും കുഞ്ഞിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി ആരെങ്കിലും നമുക്ക് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വന്ന നാട്ടിൽ എത്തിയ ഉടനെ തന്നെയാണ് തരുൺ ആൻഡ്രൂസിനെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ കാണാൻ പോയിട്ട് പറയുക, എനിക്കാണെങ്കിൽ മോളെ നോക്കാൻ വേണ്ടി ഒരാളെ വേണം, എപ്പോഴും കൂടി ഉണ്ടായിരിക്കണം. ശത്രുക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ബോഡി ഗാർഡായിട്ട് സ്കൂളിൽ കൊണ്ടുവരാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒരാവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആൻഡ്രൂസ് പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെയാണ് വിക്രമിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ നിനക്ക് ജോലി തരാമെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ശരിയായ ഒരു രീതിയെന്ന് ഇപ്പോഴൊന്ന് ശരിയായി. അത് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണം. നീയും കൂടെ ഒന്ന് വിചാരിക്കണം. പക്ഷേ നിൻ്റെ ഈ രൂപമാറ്റത്തിൽ മാറ്റം വരുത്തണം. പണ്ടുള്ള